ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന പല്ലീൻ്റെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് കേട്ടോ. ഇതൊരു അടിപൊളി ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ സ്പ്രേയിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പല്ലീൻ്റെയും പാറ്റേൻ്റെയും അതേപോലെ തന്നെ ചക്കയിലും മാങ്ങയിലും ഒക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഈച്ചകളില്ലേ, ഇവിടെയൊക്കെ അണങ്ങെന്ന് പറയും. ഈ ഒരു അണങ്ങിൻ്റെ ശല്യമൊക്കെ ഒരൊറ്റ സ്പ്രേയിലൂടെ 5 പൈസ ചിലവില്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ തുടച്ച് നീക്കി കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സ്പ്രേ കഴിഞ്ഞ മാസം അടിച്ചതാണ് കേട്ടോ. ഈ ഒരു പെട്ടീൻ്റെ അകത്ത് ഇത് നമുക്ക് ഇവിടെ പോസ്റ്റിംഗ് പോകുന്ന സമയത്ത് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ഇരുമ്പിൻ്റെ പെട്ടി, അതിൽ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കും. നമ്മൾ പഴയ തുണികളും കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്താണല്ലോ അധികവും പാറ്റ വരിക. അപ്പോൾ ഇതിൽ ഒത്തിരി പാറ്റ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലായിടെയും സ്പ്രെഡായിട്ട് അതിങ്ങനെ പാഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ ഒരു പെട്ടീൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ അതിലേക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഒത്തിരി മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു, ഈ ഒരു പാറ്റേൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരൊറ്റ പാറ്റ പോലും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നാണിത് തുറന്ന് നോക്കുന്നത്, ഒരൊറ്റ പാറ്റ പോലും ഇല്ല, ഉള്ളത് ചത്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഒറ്റ സ്പ്രേ മാത്രം മതി നമുക്ക് ഈ ഒരു പല്ലീൻ്റെയും പാറ്റേൻ്റെയും അതേപോലെ കുഞ്ഞു കുഞ്ഞു ഈച്ചേൻ്റെയും ഒക്കെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ തുടച്ച് നീക്കി കളയാൻ കേട്ടോ. അത്രയ്ക്ക് എഫക്റ്റീവാണ്. ഞാൻ അതാണ് പറയുന്നത് കേട്ടോ. ഞാനത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എത്ര ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട, ഒരു 2 സാധനങ്ങൾ മതി. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒന്നാണല്ലോ ഡെറ്റോൾ. അപ്പോൾ ഈ ഒരു ഡെറ്റോളാണ് വേണ്ടത്. അധികം ഡെറ്റോൾ ഒന്നും വേണ്ട. ഡെറ്റോളിൻ്റെ മൂടിയിൽ ഒരു 1/4 അളവിൽ മാത്രം മതി കേട്ടോ. ഈ ഒരു ഡെറ്റോൾ ഒരു 1/4 അളവിൽ ഡെറ്റോൾ ഒരു പഴയ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. നമ്മളെല്ലാവരും അച്ചാർ കൂട്ടുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാകുന്നൊരു സാധനമാണല്ലോ വിനാഗിരി, സുർക്ക എന്നൊക്കെ പറയും. ഈ ഒരു വിനാഗിരിയാണ് വേണ്ടത്. അതും അധികം ഒന്നും വേണ്ട. വിനാഗിരീൻ്റെ ഒരു മൂടിയില്ലേ, ഈ ഒരു മൂടിയിൽ ഒരു മൂടി മാത്രം മതി കേട്ടോ. ഈ ഒരു വിനാഗിരി നമുക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇങ്ങനത്തെ മൂട്ട അതേപോലെ തന്നെ മൂട്ടേനൊക്കെ തുരത്താൻ ബെസ്റ്റ് സാധനം കേട്ടോ. ഈ ഒരു വിനാഗിരി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് അത് ഉപകാരമായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ കമൻ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂട്ടേൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവരത് ചെയ്ത് നോക്കിയിട്ട് നല്ലോണം അവർക്ക് റിസൾട്ട് കിട്ടിയതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പീൻ്റെ മൂടിക്ക് ഹോൾസ് ഇട്ടിട്ട് അങ്ങനെ എടുത്താലും മതി. അപ്പം ഇവിടെ ഒരു സ്പ്രേ ബോട്ടിലുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പല്ലീൻ്റെ ഒക്കെ ഇതുള്ളതിനെ കൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ പല്ലി എന്ന് പറയാൻ ഒരു പല്ലിയായിട്ടുള്ളൂ. അത് തന്നെ രാത്രിയൊക്കെയാണ് കാണുക. അപ്പോൾ പിന്നെ പാറ്റേൻ്റെ ശല്യം അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട്. നമ്മൾ ലീവിനൊക്കെ പോയി തിരിച്ചു വരുമ്പം ഒത്തിരി പാറ്റ ഉണ്ടാവും കേട്ടോ. ഇവിടെ ശരിക്കും പറയുക പാറ്റ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണുമ്പോൾ അറപ്പാവും, അത്രയ്ക്ക് പാറ്റ ഉണ്ടാവും ലീവ് കഴിഞ്ഞൊക്കെ തിരിച്ചു വരുമ്പം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പല്ലീൻ്റെ പുറകെ പോയിട്ട് ഇത് നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് അത് അടിക്കാൻ വേണ്ടിയിട്ട് പല്ലി അവിടെ നിന്ന് തരത്തില്ല. പക്ഷേ അത് എവിടെയൊക്കെ ഉണ്ടാവുക നമ്മളെ വീട്ടിൽ നമുക്കറിയാമല്ലോ അത് എവിടെയൊക്കെയാണ് വരികയെന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിനൊരു സ്മെല്ല് കാരണം തന്നെ പല്ലി ആ ഒരു ഭാഗത്തേക്കേ വരില്ല കേട്ടോ. ഇതിനൊരു സ്മെല്ല് ഒത്തിരി നാൾ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കേ പല്ലി പിന്നെ വരില്ല കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ തന്നെ കിച്ചൺ സ്ലാബിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ കുഞ്ഞു കുഞ്ഞു പ്രാണികളും അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു അണുങ്ങിൻ്റെ ശല്യമൊക്കെ ഉള്ളത് തണുപ്പൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് പ്രത്യേകിച്ചും ഉണ്ടാവും. അതൊക്കെ അത് ചെയ്യുകയാണെങ്കിൽ അടുക്കളയിലൊന്നും അണുങ്ങിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ പല്ലി വരുന്ന ഈ ഒരു കർട്ടൻ്റെ അടുത്തും ലൈറ്റിൻ്റെ അടുത്തും ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടത്തേക്ക് പല്ലിയൊന്നും വരില്ല കേട്ടോ. പിന്നെ പാറ്റയുള്ള സ്ഥലത്ത് നമ്മൾ അലമാരേൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലോണം എഫക്റ്റീവ് ആട്ടോ, 100% അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.